ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പം ഒട്ടും നമ്മൾ പ്ലാൻ ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ മീനാക്ഷിയുടെ അരങ്ങേറ്റം. അങ്ങനെ അത് സംഭവിച്ചേക്കാണ്. മീനാക്ഷി ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പം മീനാക്ഷിയുടെ അരങ്ങേറ്റം ചെയ്തു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെയാണ്. കാരണം ഇപ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയപ്പോൾ ചേച്ചിയുടെ ഡാൻസ് ക്ലാസ് അവിടെയുണ്ട്. തകതിമി സ്കൂൾ ഓഫ് ഡാൻസ് എന്നാണ് ചേച്ചിയുടെ ഡാൻസ് സ്കൂളിൻ്റെ പേര്. അങ്ങനെ ഇടയ്ക്ക് ചേച്ചിയുടെ കൂടെ അവൾ ഡാൻസ് സ്കൂളിൽ പോയി ഇരിക്കുകയും ചേച്ചി പഠിപ്പിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഓൾ ഓഫ് എ സഡൻ പറഞ്ഞു, ഇങ്ങനെ ആറ്റുകാൽ പ്രോഗ്രാം എന്തായാലും വരുന്നുണ്ട്, അപ്പം മീനാക്ഷിയും കൂടെ കളിക്കട്ടെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ മീനാക്ഷിയുടെ അരങ്ങേറ്റം ചെയ്യാം. അപ്പം ആറ്റുകാൽ അമ്മയുടെ മുമ്പിൽ കളിക്കാനൊരവസരം, അത് മീനാക്ഷി ആദ്യമായിട്ട് കളിക്കുമ്പം അവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ നോക്കാം അവൾ കളിക്കുമോ. എനിക്ക് ഭയങ്കര സംശയമായിരുന്നു, കാരണം ലാസ്റ്റ് മിനിറ്റ് വരെ അവസാനം കളിച്ചില്ലെങ്കിലോ എന്നൊരു ടെൻഷൻ. പക്ഷേ ആൾ ഭയങ്കര രസമായിട്ട് എല്ലാം റെഡിയായി പഠിച്ചെടുത്തു. മേക്കപ്പ് ചെയ്യാൻ ഒരു ഡിസ്റ്റർബൻസും ഇല്ലാണ്ടിരുന്നു. ചേച്ചിയുടെ നിന്ന് അനുഗ്രഹമൊക്കെ മേടിച്ച് ചിലങ്കയൊക്കെ കെട്ടി ഡാൻസ് സ്കൂളിൻ്റെ ബാക്കി പിള്ളേരുടെ കൂടെ തന്നെ അവളും ജോയിൻ ചെയ്ത് അവരുടെ കൂടെ നിന്ന് ചേച്ചിയുടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം കേട്ടു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്രാർത്ഥന പോലെയുണ്ട്, അതെല്ലാം അറ്റൻഡ് ചെയ്തു. ആ പ്രാർത്ഥനയുടെ പാട്ട് മൊത്തവും കൂടെ നിന്ന് പാടി. ഞാനിതൊക്കെ കണ്ടിങ്ങനെ അതിശയിച്ചിരിക്കുമായിരുന്നു. ബിക്കോസ് ഞാനിതൊന്നും മീനാക്ഷിയുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതേ അല്ലാത്തൊരു കാര്യമായിരുന്നു. എന്തായാലും മീനാക്ഷിയുടെ അരങ്ങേറ്റം വളരെ ഭംഗിയായിട്ട് ആറ്റുകാൽ അമ്മയുടെ നടയിൽ നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് അവർ കളിച്ച ഒരു കുഞ്ഞു ഡാൻസാണ് കേട്ടോ. ഒരുപാട് നേരമൊന്നുമില്ല, ഒരു 3.5 മിനിറ്റ് എന്തോ ഉള്ളൂ. പക്ഷേ ഈ 4 കുഞ്ഞു പിള്ളേരും ഭയങ്കര നന്നായിട്ടാണ് കേട്ടോ കളിച്ചേക്കുന്നത്. ഭയങ്കര രസമായിരുന്നു. അവിടെ ഇരുന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കുഞ്ഞു പിള്ളേർ കളിക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ മീനാക്ഷിക്ക് ആണെങ്കിൽ നല്ല സ്മാർട്ടായിട്ട് ഒരു ടെൻഷനില്ലാതെ അവൾ കളിച്ച് കഴിഞ്ഞ് അതേപോലെ ഹാപ്പി ആയിട്ട് തന്നെ ഇറങ്ങി വന്നു. പിന്നെ ചേച്ചിയുടെ എല്ലാ പിള്ളേരുടെ കൂടെ തന്നെയും അവൾ നമസ്കാരം ചെയ്ത് അങ്ങനെ ആ സ്റ്റേജിൽ നിന്ന് അവൾ ഇറങ്ങി വന്നപ്പം എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്തു. കാരണം എൻ്റെ ഗുരു ആണല്ലോ ചേച്ചി. അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ നിന്ന് തന്നെ അവളും ഡാൻസ് പഠിക്കുന്നുവെന്ന് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഭയങ്കര വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ അത്.